ഇതുപോലെ ദുരന്തം അനുഭവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും മുന്നോട്ട് വരാനുള്ള അവർക്ക് നീതി കിട്ടുമെന്ന ഒരു വളരെ ഒരു കോൺഫിഡൻസ് ആണ് ഇന്ന് സർക്കാരിന് തരാൻ കഴിഞ്ഞത്. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടും അപ്പൊ ഇതിനു മുമ്പ് എന്താണ് സിനിമാ ഫീൽഡ് അതിനെക്കുറിച്ചൊരു അവയർനെസ് ജനങ്ങൾക്കോ നമ്മുടെ സർക്കാരിനോ ഇല്ലായിരുന്നു. അവർ സെലിബ്രിറ്റികൾക്ക് അത്യന്തമായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് സർക്കാരൊക്കെ അറിഞ്ഞത് ഇതുപോലെ വളരെ വളരെ എന്താണ് ഭയങ്കര ബിറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാ നടികളും അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് സർക്കാർ എടുത്ത പെട്ടെന്ന് ഒരു രാജ്യത്ത് ആദ്യമായിട്ടാണ് SIT എന്നുള്ളൊരു ഗ്യാങ്ങിനെ തന്നെ ഇതാക്കിയത്. ഒരു അതിവേഗ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതില് ഇടതുപക്ഷ MLA ഉണ്ട്, മണിയമ്പിള്ള രാജു ഉണ്ട്, പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെയുണ്ട്. അതിലപ്പോ നടപടി വേഗത്തിലായതിൽ ഒരു ആശ്വാസം ഉണ്ടല്ലേ? ആശ്വാസമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആശ്വാസം മാത്രമല്ല, നമ്മുടെ പുറത്തു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നീതി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസുമായി. അതൊന്നും സ്ത്രീകൾക്കെന്നല്ല ഇരകളെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്ത്രീയുടെ ദേഹത്ത് അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് തൊട്ടാൽ തന്നെ അത് തെറ്റാണെന്നും എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ആണുങ്ങൾക്കായാലും നമുക്ക് അവരാരെങ്കിലും ദുർവിനിയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും കംപ്ലൈന്റ് ചെയ്യാം, ഞങ്ങൾക്ക് നീതി കിട്ടും. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് നീതി കിട്ടുന്നൊരു കോൺഫിഡൻസ് ഇപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും ഭയമില്ലാതായി. ഇപ്പോൾ 2 ദിവസം മുമ്പ് മാത്രമാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരാതിയായിട്ട് രംഗത്തെത്തിയത്. അതിലിപ്പോൾ മുകേഷിനെ പറഞ്ഞു, ഇന്നസെന്റിനെ പറഞ്ഞു, മണിയമ്പിള്ള രാജുവിനെ പറഞ്ഞു, എല്ലാവർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. പക്ഷെ മുകേഷിന്റെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം MLA ആണ്. ഈ സിനിമയുടെ നയരൂപീകരണ ചർച്ചയിലും സിനിമാ കോൺക്ലേവിലൊക്കെ സർക്കാർ അദ്ദേഹത്തെ ഭാഗമാക്കിയിരുന്നു. അപ്പൊ അദ്ദേഹം പദവിയിൽ നിന്ന് ഒഴിയേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ? ഇങ്ങനെ ഒരു കൾപ്രിറ്റ്, ഒരു ഫോക്സ്, അങ്ങനെ ഒരാളല്ല നമുക്ക് സമൂഹത്തിന് വേണ്ടത്. മുഖംമൂടി അണിഞ്ഞ ഒരു ആളെയല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. നമുക്ക് വേണ്ടത് സത്യസന്ധമായിട്ടുള്ള ഭരണകർത്താക്കന്മാരാണ് നമുക്ക് വേണ്ടത്. എല്ലാ മനുഷ്യരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് റെസ്പെക്റ്റും ബഹുമാനവും കൊടുക്കുന്ന ഒരു ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ സ്ഥാനത്തൊക്കെ വേണ്ടത് ഇങ്ങനെയുള്ള പൊയ്മുഖമായിട്ടിരിക്കുന്ന ആൾക്കാരെ, ഒരു വെരി ബാഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് വേണ്ടത്. ജനങ്ങളുമായിട്ട് ഒത്തുപോകുന്ന, ജനങ്ങളുമായിട്ട് സഹകരിക്കുന്ന, ജനങ്ങളെ 2 ദിവസമായിട്ടുള്ള പരാതികളുണ്ട്. പക്ഷെ അതിനെ തുടർന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളൂടെ ഞാൻ കടന്നുപോയിണ്ടാവുക. ആദ്യത്തെ ദിവസം തന്നെ ഇവരൊക്കെ നിങ്ങൾക്കെതിരെ പരാതി നൽകുന്നു, DGPക്കെതിരെ. അപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമൊക്കെയാണ് മുകേഷും മണിയമ്പിള്ള രാജുവും ഇടവേള ബാബു ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളെ മോശക്കാരിയാക്കാനുള്ള ചിത്രീകരണമാണ് അവരുടെ ഭാഗത്തുണ്ടാവുന്നത്. അത് മോശക്കാരിയാക്കുക വെച്ചാൽ നമ്മളെ തളർത്തുകയെന്നാണ്. മനസ്സിലായോ? അപ്പം എനിക്ക് തന്നെ അറിയാം. ഇപ്പൊ 2022 ഞാൻ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഇപ്പൊ ജനങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ? മിനിമം എല്ലാവർക്കും ഒന്ന് ഡിഗ്രി ഉണ്ട്, ഡിഗ്രി ഇല്ലാത്തവരെ കുറവാ. അപ്പൊ അവർക്കൊക്കെ ഒന്ന് ലോജിക്കായിട്ടൊന്ന് തിങ്ക് ചെയ്താൽ മതി. 2 വർഷം മുമ്പ് ഞാൻ ഒരു MLA, ഞാനെന്നുണ്ട് ഒരു സ്ത്രീ ഒരു MLA-നെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ എന്തുകൊണ്ട് പുള്ളിക്കാരൻ കേസ് പറഞ്ഞില്ല, കേസ് കൊടുത്തില്ല? അല്ലെങ്കിൽ തെളിവുകളുണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാമല്ലോ, കേസ് കൊടുക്കാമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിനോട് 2012-13 നാടകമേ ഉലകം, ഈ നാടകമേ ഉലകം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ മുകേഷ് എന്ന വ്യക്തിയെ അത് യാത്ര ചോദിക്കാതെ, കലാഭവൻ മണിച്ചേട്ടന്റെ യാത്ര ചോദിക്കാതെ എന്നൊരു സിനിമയുണ്ട്, അതിലാണ് അവസാനം കണ്ടത്. ആ സിനിമയെ പോലും ഞാൻ അദ്ദേഹത്തിനോട് മിണ്ടിയില്ല. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അന്ന് പറഞ്ഞ ഒരു ബാഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ. അത് എന്നെ വല്ലാണ്ട് എന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് മിണ്ടാൻ അറപ്പായിരുന്നു. സംസാരിച്ചതും അറപ്പുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ട് അന്നും ഞാൻ പുള്ളിയെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അന്നും ഞാൻ മിണ്ടിയിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ നിമിഷം വരെ ഞാൻ പുള്ളിയോട് ഫോണിൽ കൂടെ ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ എന്റെ വോയിസ് പുള്ളി അങ്ങനെ നട്ടിലുള്ള ഒരു MLA ആണെങ്കിൽ ഇപ്പൊ എന്റെ വോയിസ് ഈ മീഡിയയിൽ ഇടട്ടെ, ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വോയിസ് ഇടട്ടെ, എന്തുകൊണ്ട് ഇടുന്നില്ല? അപ്പോൾ ഇതൊക്കെ കൾപ്രിറ്റുമാരുടെ ഒരു നമ്പറാ എതിർകക്ഷിനെ തളർത്താൻ വേണ്ടി. താങ്കൾ വർഷങ്ങളായിട്ട് വളരെ സിനിമയിൽ നല്ല റോള് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ പലതരത്തിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റുകൾ അവസരങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ എല്ലാവരും നേരിട്ടത് ഇത്തരം ദുരനുഭവങ്ങൾ തന്നെയാണ്. പക്ഷേ പല സമയത്താണ് ഇത്തരം അനുഭവം ഉണ്ടായത്. പെട്ടെന്നൊരു ഹേമ കമ്മിറ്റി വരുന്നു, സർക്കാർ നൽകിയൊരു വിശ്വാസത്തിലാണ് പരാതിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മൊഴി കൊടുക്കുമ്പോൾ ഇതൊക്കെ ഒരു തടസ്സമാണോ? അവരൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിൽ ഡേറ്റ് ഒക്കെ ഒരു കൺഫ്യൂഷനൊക്കെ വന്നോ? തെളിവുകളൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയിരുന്നോ?
പറ്റിയിരുന്നു. കാരണം എല്ലാം അത്ര പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം അവർക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള എല്ലാ മൊഴിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ അവർക്ക് അത്ര ബോധ്യമാണെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിയാവുന്നത് എന്തൊക്കെ ഉണ്ടോ, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഈ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഈ പരാതിക്കാരിയുടെ കയ്യിലുണ്ടോ, പോലീസിന് കൈമാറുമോ എന്ന് കൂടി ചോദിക്കും. പുറത്തെല്ലാവരും എനിക്ക് എല്ലാ സപ്പോർട്ടോടെ നിൽക്കുക. ആരെ ഫോൺ വിളിച്ച് അപ്പം നമുക്ക് ആ ഡീറ്റെയിൽസ് തരും. കൂടുതൽ അറിയേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോൺ റെക്കോർഡോ അത്തരം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പല സമയങ്ങളായിട്ട് നടന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ തെളിവ് കൂടി കൊടുക്കാൻ പറ്റിയിരുന്നു. ഇന്നലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നന്നായി ബോധിപ്പിക്കാൻ പറ്റിയിരുന്നു. തീർച്ചയായിട്ടും. കാരണം അവർക്ക് വേണ്ടത് തെളിവാണല്ലോ. അപ്പം ഞാൻ അപ്പോൾ തന്നെ ആരോടൊക്കെ ഷെയർ ചെയ്തു ഈ കാര്യങ്ങൾ. ഇദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് തന്നെ ഉള്ള സംഭവമാണല്ലോ. അപ്പോൾ അത് മിനു ആരോടൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അന്ന് തന്നെ പിന്നെ കേരള കൗമുദിയിൽ ഒരു ആർട്ടിക്കിൾ വന്നായിരുന്നു. അവിടെ ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിക്കിൾ വന്നായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാനാവാതെ മിനു കുര്യൻ മലയാള സിനിമ വിടുന്നു എന്നുള്ള ഒരു ടൈറ്റിലായിരുന്നു. പക്ഷെ അന്ന് ആരും ഇതെടുത്തില്ല, മുമ്പോട്ട് വന്നില്ല. ആരും മിനു എങ്ങനെയാണ് അബ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് ആരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുമില്ല. പിന്നെ ഞാനങ്ങ് ചെന്നൈക്ക് പോയി എനിക്ക് എൻ്റെ നമ്പർ മാറ്റിയതുകൊണ്ടായിരിക്കാം. അബ്യൂസ് നേരിട്ട സമയത്തൊക്കെ ഇത് ആൾക്കാരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പോലീസിനോട് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മീഡിയയിൽ ഞാൻ അറിയിച്ചു. കേരള ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. അതൊക്കെ സംസാരിച്ചു ഉറപ്പ് വരുത്തി. അവരെല്ലാവരും നമ്മളോട് ഒപ്പത്തിന് നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ട്.